we are all eagerly waiting ഒരു completely different character change ആണ് തോന്നുന്നത് from what you have done before. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു your experience? അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടറിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നേരിനകത്ത്. അപ്പോൾ എനിക്ക് ചെയ്യാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള, എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് പെർഫോം ചെയ്യാൻ സ്പേസിലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഇത്രയും വലിയ സീനിയറായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക, അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക. അപ്പോൾ ലാൽ സാറിൻ്റെ കൂടെ ആണെങ്കിലും ജഗദീഷ് ചേട്ടൻ്റെ കൂടെ ആണെങ്കിലും സിദ്ദിഖിക്കയുടെ കൂടെ ആണെങ്കിലും ജിത്തു സാർ, അവരുടെ കൂടെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. 21st ഇത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരു ട്വിസ്റ്റോ ഒരു സസ്പെൻസോ അങ്ങനെയൊന്നും ഇല്ലാത്ത, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു കോഡ് ഡ്രാമയാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു 80% കോഡിൽ നടക്കുന്നൊരു സിനിമയാണ്, എന്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നേര്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് 21st തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി ഒരുപാട് പരിമിതികളുള്ള ക്യാരക്ടറൈസേഷനിൽ ഒരുപാട് പരിമിതികളുള്ള വേഷമാണ് നേരിടുന്ന ട്രെയിലർ കണ്ടപ്പോൾ തോന്നി. അങ്ങനത്തെ ഒരു വേഷം ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യുക എന്നുള്ളതിനാണ്. അതെ, എനിക്ക് സാറ് കഥ പറഞ്ഞപ്പോഴും എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടർ അതാണ്. ട്രെയിലർ കണ്ട ആൾക്കാർക്ക് മനസ്സിലായത് തന്നെ ആയിരിക്കാം. അപ്പം അങ്ങനൊരു ക്യാരക്ടറിൻ്റെ മെൻ്റൽ സ്പേസിൽ നിന്ന് അത് പെർഫോം ചെയ്യാനുള്ളത് എനിക്ക് വലിയൊരു ചാലഞ്ച് തന്നെയായിരുന്നു. എനിക്ക് ചെയ്യാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ടും എൻ്റെ എനിക്കൊരു ടാസ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ മെൻ്റൽ സ്പേസിൽ നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് എനിക്ക് മൊത്തത്തിൽ പടം കഴിഞ്ഞപ്പോഴും എൻ്റെ ആക്ടിങ്ങിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മൊത്തത്തിൽ കഴിഞ്ഞപ്പോഴും, ഇപ്പോൾ ഡബ് കഴിഞ്ഞപ്പോഴായാലും ഞാൻ ആസ് ആൻ ആക്ടർ എൻ്റെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.